അനുദിനമെന്നോണം വൈദികർ വിമർശന വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, വൈദികരെ വിമർശിക്കുന്നതിൽ നല്ലൊരു പങ്കും ക്രിസ്ത്യാനികളും അതിൽ തന്നെ കൂടുതലും കത്തോലിക്കരുമാണ്. എന്നാൽ അതിനേക്കാൾ ദുഃഖകരം, വൈദികരെ വിമർശിക്കുന്നവർ ഉപയോഗിക്കുന്ന വാക്കുകൾ പലപ്പോഴും സഭ്യതയുടെ സീമകൾ ലംഘിക്കുന്നതുമാണ്. ഈ സാഹചര്യത്തിൽ ജർമ്മനിയിൽ 1872, 1956 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിലെ മുട്ടർവോകൾ എന്ന സഹോദരിക്ക് കർത്താവ് നൽകിയ സന്ദേശം ഇപ്രകാരമായിരുന്നു. വൈദികരെ വിമർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കർത്താവ് ഈ സഹോദരിക്ക് കൊടുത്ത ചില വെളിപ്പെടുത്തലുകളാണിത്. ഒരു വൈദികൻ തെറ്റ് ചെയ്യുമ്പോൾ പോലും ഒരിക്കലും ആ വൈദികനെ ആക്രമിക്കരുത്. പകരം ആ വൈദികന് ഞാൻ വീണ്ടും എൻ്റെ കൃപ നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പരിഹാരം ചെയ്യുകയും ചെയ്യുക. എൻ്റെ മാതൃകയനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം എന്നെ പൂർണ്ണമായും പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഒരു പുരോഹിതൻ വീണു പോകുമ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കുകയല്ല, മറിച്ച് പ്രാർത്ഥനയിലൂടെ അദ്ദേഹത്തെ സഹായിക്കുകയാണ് നീ ചെയ്യേണ്ടത്. പുരോഹിതനെ വിധിക്കുന്നത് ഞാനല്ലാതെ മറ്റാരുമല്ല. ഒരു പുരോഹിതനെതിരെ വിധി പ്രസ്താവന നടത്തുന്നവർ എനിക്കെതിരെ തന്നെയാണ് അത് ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞെ, നീ ഒരിക്കലും ഒരു പുരോഹിതനെ ആക്രമിക്കുവാൻ വിട്ടുകൊടുക്കരുത്. പിന്നെയോ അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കണം. കുഞ്ഞെ, ഒരിക്കലും നിന്റെ കുമ്പസാരക്കാരനെ നീ വിധിക്കരുത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ചകളിലെ പരിശുദ്ധ കുർബാന എൻ്റെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ അദ്ദേഹത്തിന് വേണ്ടി നീ സമർപ്പിക്കണം. ഒരിക്കലും ഒരു പുരോഹിതനെതിരെ ഉച്ചരിക്കപ്പെടുന്ന തെറ്റായതോ വഴിവിട്ടതോ ആയ വാക്കുകൾ കേൾക്കാൻ നിൽക്കരുത്. സത്യമായ കാര്യത്തെക്കുറിച്ചാണെങ്കിൽ പോലും അദ്ദേഹത്തോട് ദയാശൂന്യമായ വാക്കുകൾ പറയരുത്. ഓരോ വൈദികനും എൻ്റെ പകരക്കാരനാകിയാൽ അത്തരം വാക്കുകൾ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. ഒരു വൈദികനെതിരെ ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടാൽ നീ ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുക. ഒരു വൈദികൻ അയോഗ്യതയുടെ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ഒന്നും പറയേണ്ടതില്ല. നീ അത് എന്നോട് മാത്രം പറയുക. ബലിപീഠത്തിൽ വൈദികന്റെ ചാരത്ത് നിൽക്കുന്നത് ഞാൻ തന്നെയാണല്ലോ. എൻ്റെ പുരോഹിതർ എല്ലാറ്റിനും ഉപരിയായി വിശുദ്ധിയെ സ്നേഹിക്കുവാനും നിർമ്മലമായ കരങ്ങളോടും വിശുദ്ധമായ ഹൃദയത്തോടും കൂടി പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനും വേണ്ടി തീവ്രമായി നീ പ്രാർത്ഥിക്കണം. തീർച്ചയായും അയോഗ്യനായ ഒരു വൈദികൻ അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയും മറ്റേത് ബലിയും പോലെ തന്നെയാണ്. എന്നാൽ അതിൽ പങ്കെടുക്കുന്നവരിലേക്ക് പകരപ്പെടുന്ന കൃപകൾ വ്യത്യസ്തമായിരിക്കും. വൈദികരോട് ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും അദ്ദേഹം മിശിഹായുടെ പകരക്കാരനാണെന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഇനിയെങ്കിലും ഉണരട്ടെ. വൈദികരെ വിധിക്കുവാൻ കർത്താവ് നമ്മെ അനുവദിച്ചിട്ടില്ല. വൈദികർ നമ്മുടെയല്ല, കർത്താവിൻ്റെ സേവകരാണ്. മറ്റൊരാളുടെ സേവകനെ വിധിക്കുവാൻ നീ ആരാണ്? സ്വന്തം യജമാനന്റെ സന്നിധിയിലാണ് അവൻ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നത്. അവനെ താങ്ങി നിർത്തുവാൻ യജമാന് കഴിവുള്ളതുകൊണ്ട് അവൻ നിൽക്കുക തന്നെ ചെയ്യും. റോമ 14:4 എന്ന വചനം ഈ നിമിഷങ്ങളിൽ നമുക്ക് ഓർക്കാം. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.